നമസ്കാരം. ഈ ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹം ഇപ്പം ഒരുപാട് സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ വരെ ഇത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയുടെ ഒരു 24ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് പ്രമേഹം സാധാരണയായി കാണാറുള്ളത്. ആരോഗ്യകരമായ ആഹാര രീതിയും ചിട്ടയായ വ്യായാമം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഗർഭകാല പ്രമേഹം നിയന്ത്രിക്കാനായി സഹായിക്കും. സമീകൃത ആഹാരം ചെറിയ ഇടവേളകൾ എടുത്ത് അല്ലെ ഒരു 5-6 തവണയായിട്ട് ഭക്ഷണം കഴിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെയും അധികം താഴ്ന്നു പോകാതെയും സഹായിക്കും. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള റാഗി, തിന, തൊലിയുള്ള ഗോതമ്പ്, തവിട് കളയാത്ത അരി, ഓട്സ്, നവധാന്യക്കൂട്ട് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഈ ഉഴുന്ന്, കടല, മുതിര, ചെറുപയർ, വൻപയർ തുടങ്ങി നാരുകൾ ധാരാളം അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ ഗർഭിണിക്ക് ആവശ്യമായ പ്രോട്ടീൻ നൽകും. അടുത്തത് ചീര, മുരിങ്ങയില, ഉലുവയില, അഗസ്ത്യച്ചീര തുടങ്ങിയവയും കഴിക്കാം. ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത്. കൂടാതെ മത്സ്യം, മുട്ട, കോഴിയിറച്ചി, പാല്, മറ്റു പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളായ ആപ്പിൾ, പേരയ്ക്ക, ഓറഞ്ച്, മുസമ്പി, കിവി, ഞാവൽപ്പഴം, പിയർ ഒക്കെ മിതമായിട്ട് കഴിക്കാം. അടുത്തത് വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, കോവയ്ക്ക, നെല്ലിക്ക, മുരിങ്ങയ്ക്ക എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഈ ഫ്ലാക്സ് സീഡ്, ചണവിത്ത് ഇതിൽ ധാരാളം